നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പ്രിയ കുഞ്ഞുങ്ങൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. 4 പേർക്കും അന്ത്യവിശ്രമം അടുത്തടുത്ത്. ലോറി ഡ്രൈവർക്കെതിരെ കേസെടുത്ത് പോലീസ്. ദേശീയപാത അതോറിറ്റിക്കെതിരെ KB ഗണേഷ് കുമാർ. സംസ്ഥാനത്ത് റോഡ് അപകടം തുടർക്കഥ. പൊന്നാനിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറി. 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പോത്തൻകോട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയ ഓട്ടോറിക്ഷ മറിഞ്ഞു. കൊച്ചിയിൽ കാറും വാനും കൂട്ടിയിടിച്ച് വാൻ ഡ്രൈവർ മരിച്ചു. തെക്കൻ കേരളത്തിൽ കനത്ത മഴ. അപ്പർ കുട്ടനാട്ടിൽ വ്യാപക കൃഷിനാശം. അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു. സന്നിധാനത്തും കനത്ത മഴ. തെക്കൻ തമിഴ്നാട്ടിലും ജനങ്ങൾ വലയുന്നു. തിക്കിലും തിരക്കിലും യുവതി മരിച്ച കേസിൽ അല്ലു അർജുൻ ആശ്വാസം. അറസ്റ്റിലായ താരത്തിന് ഇടക്കാല ജാമ്യം കൊടുത്ത് തെലങ്കാന ഹൈക്കോടതി. കേസ് നിലനിൽക്കുമോ എന്ന് കോടതിക്ക് സംശയം. പോലീസിന്റേത് അധികാര മേൽക്കോയ്മയെന്ന് പ്രതിപക്ഷം. आपके तारीफ सुनने के लिए हम नहीं आए साहब, आपकी तारीफ सुनने के लिए नहीं आए. ജഗ്ദീപ് ധൻഖറിനെതിരെ പ്രതിപക്ഷം. രാജ്യസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം. പ്രമേയത്തെ ചൊല്ലി രാജ്യസഭയിൽ ബഹളം. ലോക്സഭയിൽ കന്നിപ്രസംഗം നടത്തി പ്രിയങ്ക ഗാന്ധി. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഏറ്റുവാങ്ങി ഗുകേഷ്. അഭിനന്ദന പ്രവാഹം തുടരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ 3ാം ടെസ്റ്റ് നാളെ മുതൽ. വിജയവഴിയിൽ തിരികെ എത്താൻ ടീം ഇന്ത്യ. വിശദമായ വാർത്തകളിലേക്ക്. പുഷ്പ 2 റിലീസിനിടെ സ്ത്രീ മരിച്ച സംഭവത്തിൽ അല്ലു അർജുന് ഇടക്കാല ജാമ്യം. അറസ്റ്റിലായ 14 ദിവസം റിമാൻഡ് ചെയ്യപ്പെട്ട താരത്തിന് തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. TG സജിത്താണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സജിത്ത്, എന്തായാലും അല്ലു അർജുനും താരത്തിന്റെ ആരാധകർക്കും വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. എന്തായാലും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആര്യ സൂചിപ്പിച്ച പോലെ തീർച്ചയായും അല്ലു അർജുന്റെ അറസ്റ്റ് ഒരു വലിയ രാഷ്ട്രീയ വിവാദം കൂടിയായി മാറി. ആരാധകർക്കപ്പുറം അതൊരു തെലങ്കാന മേഖലയിൽ വലിയ രാഷ്ട്രീയ വിവാദം കൂടി ആയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോടതിയുടെ തീരുമാനം പ്രസക്തമായി മാറുന്നത്. തെലങ്കാന ഹൈക്കോടതിയാണ് അല്പസമയം മുമ്പ് അല്ലു അർജുന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 4 ആഴ്ചത്തേക്കാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പ്രധാനപ്പെട്ട ഒരു കോടതിയുടെ നിരീക്ഷണം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസ്, ആ കുറ്റം നിലനിൽക്കുമോ എന്നൊരു സംശയം കൂടി കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു എന്നതാണ് കോടതി ഇക്കാര്യത്തിൽ പ്രാഥമികമായ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. FIR റദ്ദാക്കണമെന്ന ആവശ്യം കോടതിയുടെ പരിഗണനയിലുണ്ട്. പക്ഷേ ഈ കേസിൽ അന്തിമ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. അതിനപ്പുറം ഇന്ന് അറസ്റ്റ് നടന്ന പശ്ചാത്തലത്തിലാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അല്ലു അർജുന് ജയിലിലേക്ക് പോവേണ്ടി വരില്ല. ഹൈക്കോടതിയുടെ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന പ്രധാനപ്പെട്ട സാഹചര്യമാണുള്ളത്. നേരത്തെ ഇന്ന് ഉച്ചയോടുകൂടി വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹത്തെ ജൂബിലി ഹിൽസിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ഉണ്ടാവുന്നത്. ആ അറസ്റ്റുണ്ടായും അതിൻ്റെ തുടർ നടപടികളും വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചിരുന്നു. ആരാധകരെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. ഒപ്പം തന്നെ പോലീസ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് നടത്തി എന്ന രാഷ്ട്രീയ വിവാദവും ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് BJP അടക്കമുള്ളവർ അല്ലു അർജുനെ പിന്തുണച്ച് രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പോലീസ് ഇല്ലാത്ത അധികാരമുണ്ടാക്കി. അല്ലു അർജുൻ്റെ വാദം ഇങ്ങനെയായിരുന്നു: തൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല. താൻ ഈ സംഭവമുണ്ടായ യുവതി മരിക്കാനിടയായ സംഭവമുണ്ടായ അന്നത്തെ ദിവസം തിയേറ്ററിലെത്തുന്നതിന് മുമ്പ് തൻ്റെ സന്ദർശന കാര്യങ്ങൾ കൃത്യമായി തന്നെ അറിയിപ്പ് കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ സുരക്ഷ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് ഈ മരണത്തിൽ, ഈ തിരക്കിലും പെട്ടുള്ള ആ മരണത്തിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന നിലപാടാണ് അല്ലു അർജുൻ സ്വീകരിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ അല്ലു അർജുൻ്റെ വാദത്തിൽ കഴമ്പുണ്ട് എന്ന പ്രാഥമിക നിരീക്ഷണം
നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം 4 ആഴ്ചത്തേക്ക് തെലങ്കാന ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. തീർച്ചയായും ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. അല്ലു അർജുന് തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നു. ഒന്നിച്ചു മടക്കം. പാലക്കാട് പനയംപാടത്ത് ലോറി പാഞ്ഞുകയറി മരിച്ച 4 വിദ്യാർത്ഥിനികളുടെയും മൃതദേഹങ്ങൾ ഖബറടക്കി. ഹൃദയഭേദകമായിരുന്നു 4 പെൺകുഞ്ഞുങ്ങൾക്ക് പനയംപാടം വിട നൽകുന്ന കാഴ്ചകൾ. ആയിഷയും നിതയും ഹൃദയും ഇർഫാനെയും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ആ കൂട്ടുകാർക്കും നാട്ടുകാർക്കും. ഇന്നലെ രാത്രി മുതൽ പനയംപാടക്കാർ ഉറങ്ങിയിട്ടില്ല, ഉണ്ടിട്ടില്ല. പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലും ആകാതെ രാത്രി പകലാക്കി. കരഞ്ഞ് കരഞ്ഞ് കണ്ണീർ വറ്റി. പുലർച്ചെയോടെ കുഞ്ഞുമക്കൾ അവരവരുടെ വീടുകളിലേക്ക്, പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് അവസാനമായി എത്തി. കരഞ്ഞുവറ്റിയ കണ്ണുകൾ പിന്നെയും നിർത്താതെ കരഞ്ഞു. ഇടനെഞ്ചു പൊട്ടി ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും. ഓരോ വീട്ടിലെയും കാഴ്ചകൾ ഹൃദയഭേദകം. വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെത്തിയ നേരം മുതൽ അണമുറിയാത്ത പ്രവാഹമായിരുന്നു. അവരെ നേരിട്ടറിയുന്നവരും അറിയാത്തവരുമെല്ലാം അന്ത്യനിദ്രയിലാണ്ട കുഞ്ഞുങ്ങളെ കണ്ടവർ വിതുമ്പിക്കരഞ്ഞു. പിന്നെ പിന്നെ അതൊരേങ്ങലായി. എങ്ങും വിലാപം മാത്രം. സ്കൂളിലെ കൂട്ടുകാരികളെത്തിയപ്പോഴേക്കും സങ്കടക്കടൽ അണപൊട്ടിയൊഴുകി. പ്രിയപ്പെട്ടവരെ കണ്ട് അലറിക്കരഞ്ഞ സഹപാഠികൾ, വീണ്ടും വീണ്ടും പേര് വിളിച്ച് നിലവിട്ടുകരയുന്ന കൂട്ടുകാർ, പ്രിയ കൂട്ടുകാരിയെ വിട്ടുകൊടുക്കാനാകാതെ തട്ടി വിളിക്കുന്നവർ. മക്കൾക്കരികിൽ നിന്ന് മാറാതെ നിൽക്കുന്ന മാതാപിതാക്കൾ പലപ്പോഴും പാതിബോധത്തിലായിരുന്നു. കരഞ്ഞു മയങ്ങുന്നവരെ ബന്ധുക്കൾ താങ്ങി. അധ്യാപകരും നാട്ടുകാരുമായി പിന്നെയും ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. രാവിലെ 8:30 കരിമ്പനക്കൽ ഹാളിലും പൊതുദർശനം. വന്നുപോയവരെല്ലാം തേങ്ങിക്കരഞ്ഞു. ഒടുവിൽ ആയിഷയെ കാണാൻ മൂത്ത സഹോദരിയുമെത്തി. ഡൽഹിയിൽ പഠിക്കാൻ പോയവൾ കുഞ്ഞനുജത്തിയുടെ ചേതനയറ്റ ശരീരം കണ്ട് വിങ്ങിപ്പൊട്ടി. പൊതുദർശനത്തിന് പിന്നാലെ മൃതദേഹങ്ങൾ ഒന്നൊന്നായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക്. അവിടെ അടുത്തടുത്തായി ഖബറിടങ്ങൾ. ചെറിയ പ്രാർത്ഥന. ഈ കുട്ടികളുടെ വിരുന്നുപോക്ക് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു കൊണ്ടുവരുന്നാക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു മനസ്സ്. ഓരോരുത്തരായി ഖബറിലേക്ക്. അപ്പോഴൊക്കെയും പനയംപാടത്ത് മഴ ചാറുന്നുണ്ടായിരുന്നു. കണ്ണീർ വാർത്ത് നാടും പ്രിയമക്കൾക്ക് വിട നൽകി. ന്യൂസ് ഡെസ്ക്, News 18.
മരണത്തിലും ഇണപിരിയാതെ അവർ 4 പേർ. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിയെ ജീവിതത്തിലേക്ക് തിരികെ വിട്ട് അവർ ഒരുമിച്ച് മടങ്ങി. അവർ 4 പേർ: ആയിഷ, മിത, റിത, ഇർഫാന. ഒന്നിച്ച് നടന്നവർ, ഒന്നിച്ച് പഠിച്ചവർ, ഒന്നിച്ച് കളിച്ചവർ, ഒന്നിച്ചെടുത്ത ഫോട്ടോകൾ നിരവധി. മരണത്തിലും അവർ ഒന്നിച്ചു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു 5 പേർ. കഴിഞ്ഞ പരീക്ഷയെ വിലയിരുത്തി വരാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞാണ് നടന്നു നീങ്ങിയത്. എന്നാൽ മറ്റൊരു പരീക്ഷയ്ക്കും കാത്തുനിൽക്കാതെ അവരിൽ 4 പേർ മടങ്ങി. ഉറ്റ കൂട്ടുകാരി അജ്ന ഷെറിൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വൈകുന്നേരമാണ് നാടിനെ നടുക്കിയ അപകടം. കൂട്ടുകാർ ഒരുമിച്ച് റോഡിനരികിലൂടെ തന്നെയാണ് നടന്നുപോയത്. സിമന്റ് ലോറിയുടെ രൂപത്തിൽ പാഞ്ഞെത്തിയ മരണം അവരെ കവർന്നെടുക്കുകയായിരുന്നു. അവരുടെ സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു അവരുടെ അവസാന യാത്രയും. സമീപത്തെ വർക്ക്ഷോപ്പിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ തെളിഞ്ഞു കാണാം അവർ 5 പേർ നടന്നു നീങ്ങുന്നത്. പിന്നാലെ പാഞ്ഞു പോകുന്ന ലോറിയും. നിമിഷനേരം കൊണ്ട് എല്ലാം അവസാനിക്കുകയായിരുന്നു. എട്ടാം ക്ലാസ്സിലാണ് ഇവർ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയത്. അതിനു മുൻപേ കൂട്ടുകാരായിരുന്നു ഇവർ. ഇർഫാനയും ആയിഷയും ഒരേ ക്ലാസ്സിലായിരുന്നു. മിതയും റിതയും മറ്റൊരു ക്ലാസ്സിൽ. 2 ക്ലാസ്സുകളിലായിരുന്നെങ്കിലും അവർ ഇടവേളകളിലെല്ലാം ഒന്നിച്ചായിരുന്നുവെന്ന് അധ്യാപിക ശ്രീലത ഓർക്കുന്നു. മിടുക്കികളായിരുന്നു 4 പേരും. കഴിഞ്ഞ കലോത്സവത്തിൽ ഒപ്പനയിലെ മണവാട്ടിയായിരുന്നു ആയിഷ. പഠനത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും മിടുക്കർ. അവർ എഴുതി പൂർത്തിയാക്കിയ മലയാളം പരീക്ഷയുടെ പേപ്പർ ഇപ്പോഴും കയ്യിലിരിക്കുന്നുവെന്ന് പറഞ്ഞ് വിതുമ്പുകയാണ് അവരുടെ മലയാളം ടീച്ചർ കൂടിയായ ശ്രീലത. ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച് പ്രിയ കൂട്ടുകാർ ഒരുമിച്ച് മടങ്ങുമ്പോൾ പകച്ചു നിൽക്കുകയാണ് ഒറ്റയ്ക്കായി പോയ അജ്ന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട അജ്ന ഇപ്പോഴും ഞെട്ടലിലാണ്. അപകടത്തെപ്പറ്റി കൂടുതലൊന്നും ഓർത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുട്ടി. അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അജ്നയാണ് എന്നോടൊപ്പം ചേരുന്നത്. മോള് വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം, പറഞ്ഞതാണെന്ന് അറിയാം. എന്തായാലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എന്താ സംഭവിച്ചത്? മണ്ണാർക്കാട് ഭാഗത്തുനിന്നൊരു ലോറി വരുന്നുണ്ടായിരുന്നു, പാലക്കാട് ഭാഗത്തുനിന്നൊരു സിമെന്റ് ലോറി വരുന്നുണ്ടായിരുന്നു. രണ്ടും പാടെ ഇടിച്ചപ്പോൾ ഈ സിമെന്റ് ലോറി നേരെ എൻ്റെ ഞാളിൽ 4 പേരിന് ഇടിക്കുകയായിരുന്നു. വീഴുകയാണോ ചെയ്തത്? മോള് പുറത്തേക്ക് വീഴുകയാണോ ചെയ്തത്? അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ ഇപ്പം കിട്ടുന്നില്ല. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വീഴുമെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താ മോളുടെ അവസ്ഥ എങ്ങനെയാണ്? മോള് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ മുതൽ ഭക്ഷണം കഴിക്കാണ്ടിരുന്നാണ്. ഇനി സ്കൂൾക്ക് പോകില്ല. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പോയി, എനിക്ക് തോന്നല്ല. കാണാൻ പോയോ? കൂട്ടുകാരെ കാണാൻ പോയിരുന്നു? ഒരാളെ മാത്രം കണ്ടില്ല പറഞ്ഞു, ബാക്കിയുള്ളവരെയൊക്കെ കണ്ടു പറഞ്ഞു. ഇർഫാന ഷെറി എളാപ്പാൻ്റെ മകളാണ്. LKG മുതൽ അവളും ഒപ്പ പോയിരുന്നു. അവിടെ പോയി കാണുകയാണോ ചെയ്തത്? വീട്ടിൽ പോയിട്ടാണ് കണ്ടു. അവിടെയും പോയി, ഓഡിറ്റോറിയത്തിനും പോയി, വീട്ടിലും പോയി, എല്ലാവരെയും കണ്ടു. ഒന്നും കൂടുതൽ ചോദിക്കാമല്ലോ മോള് ധൈര്യമായിട്ടിരിക്കുക. ഒക്കെ മറികടക്കാൻ പറ്റട്ടെ, അത്ര മാത്രമേ പറയുള്ളൂ കേട്ടോ. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പാലക്കാട് കരിമ്പ പനയമ്പാടത്ത് 4 വിദ്യാർത്ഥിനികളുടെ ജീവനെടുത്ത അപകടത്തിൽ 2 ലോറി ഡ്രൈവർമാർക്കെതിരെയും കേസെടുത്ത് പോലീസ്. വഴിക്കടവ് സ്വദേശി പ്രജീഷ്, കാസർഗോഡ് സ്വദേശി മഹീന്ദ്ര പ്രസാദ് എന്നിവർക്കെതിരെ നരഹത്യാ കുറ്റത്തിനാണ് കേസെടുത്തത്. പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന പ്രജീഷ് ഓടിച്ച ലോറി നിയന്ത്രണം തെറ്റി മഹീന്ദ്ര പ്രസാദ് ഓടിച്ചിരുന്ന സിമന്റ് ലോറിയുടെ പിറകിൽ തട്ടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം തെറ്റിയ സിമന്റ് ലോറി വിദ്യാർത്ഥിനികളുടെ മുകളിലേക്ക് മറിയുകയായിരുന്നു. തനിക്ക് പറ്റിയ പിഴവാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രജീഷ് സമ്മതിച്ചിട്ടുണ്ട്. ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. 4 പേരുടെ ജീവനെടുത്ത പാലക്കാട് പനയമ്പാടം വളവ് സ്ഥിരം അപകട മേഖലയാണ്. നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശവും നടപ്പായില്ല. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പനയമ്പാടത്ത് വേഗതാ നിയന്ത്രണം ഏർപ്പെടുത്താൻ മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി.
പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ പനയമ്പാടം വളവ് ഒരു പേടി സ്വപ്നമാണ്. വാഹനയാത്രക്കാർക്ക് മാത്രമല്ല, കാൽനട യാത്രക്കാർക്കും. പനയമ്പാടം വളവിൽ ഇതുവരെ നടന്നത് ചെറുതും വലുതുമായ 100-ലേറെ അപകടങ്ങൾ. 10-ലധികം ജീവൻ പൊലിഞ്ഞു. മുകളിൽ നിന്ന് താഴേക്ക് ചെരിഞ്ഞാണ് ഇവിടെ ഉള്ളത്. അതായത് ഞാൻ ഈ നിൽക്കുന്ന ഇടത്തിന് മറുവശത്ത്, ആ ലോറി മറിഞ്ഞ വശത്ത് റോഡ് ഉയർന്നും ഞാൻ ഈ നിൽക്കുന്ന, അതായത് ഇവിടെ റോഡ് താഴ്ന്നുമാണ്. അതായത് അവിടെ നിന്നും ഇങ്ങോട്ട് ഗുരുത്വാകർഷണ പ്രകാരം വാഹനങ്ങൾക്ക് ഒരു ചെരിവ് വരും ഓടിക്കുമ്പോൾ എന്നുള്ളതാണ് അതിലൊരു വസ്തുത. സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് 6 മാസം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗത്തിന് റിപ്പോർട്ട് നൽകി. IIT വിദ്യാർത്ഥികൾ നൽകിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട്. പക്ഷേ തുടർ നടപടി ഉണ്ടായില്ല. വേഗപരിധി 70 കിലോമീറ്ററിൽ നിന്ന് 30 കിലോമീറ്ററാക്കി. പക്ഷേ സൂചനാ ബോർഡ് ആരും ശ്രദ്ധിക്കാറില്ല. സ്ഥിരം അപകട മേഖലയായതിനാൽ റംബിൾ സ്ട്രിപ്പ് സ്ഥാപിച്ചിരുന്നു. റോഡിന്റെ ഉപരിതലം ഗ്രിപ്പ് കിട്ടും വിധം ആയിരുന്നെങ്കിലും നിരന്തരം വാഹനങ്ങൾ സഞ്ചരിച്ചതോടെ മിനുസമായി. അതിനിടെ ദേശീയപാത അതോറിറ്റിക്കെതിരെ മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്ത് വന്നു. ഹൈവേ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ നേരെ അങ്ങ് ചെയ്തു പോകാന്നുള്ളതല്ലാതെ എനിക്ക് തോന്നുന്നത് ഈ ഹൈവേ പണിയാൻ വരുന്നിടത്ത് എഞ്ചിനീയേഴ്സിന് വലിയ റോളില്ലെന്നാണ് തോന്നുന്നത്. ഈ ഹൈവേ എല്ലായിടത്തും ഓരോ കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ കോൺട്രാക്ടർമാരും അവരുടെ ഡിസൈനിങ്ങുമാണ്. വേൾഡ് ബാങ്കിൻ്റെ റോഡ് പോലെയാണ്. വേൾഡ് ബാങ്കിൻ്റെ റോഡിൽ നമ്മുടെ പ്രാദേശികമായ എഞ്ചിനീയർമാർക്കോ പ്രാദേശിക ജനപ്രതിനിധികൾക്കോ ഒന്നും യാതൊരു കാര്യമില്ല. അവർ പണം തരും, അവർ ഗൂഗിൾ മാപ്പ് വഴി ഒരു ഡിസൈൻ തയ്യാറാക്കും. ഗൂഗിൾ മാപ്പിൽ അത് സഹിച്ചുകൊണ്ടെന്നാണ്. അപ്പോൾ അവിടെ വീടുണ്ടോ, വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ടോ, നമ്മുടെ വഴികൾ അടയ്ക്കുക, ഇതൊക്കെ അതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഡിസൈനെ സംബന്ധിച്ച് ഞാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെയും കൺസൾട്ടൻറ്റിനെ അയക്കും, എക്സ്പെർട്ടിനെ അവരെ അയക്കും. പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഒരു സജഷൻ തരുമല്ലോ, എന്താണ് ഇതിൻ്റെ അപകട കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം റോഡിൻ്റെ ഡിഫക്റ്റ്. എന്നിട്ട് അത് നമ്മൾ റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് PWD ഒരു മാറ്റം വരുത്താനുള്ള ഏർപ്പാട്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കളക്ടറിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പനയമ്പാടത്ത് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ച് വേഗത നിയന്ത്രിക്കാൻ തീരുമാനമായി. പോലീസിനെയും വിന്യസിക്കും. കൃത്യമായ ഒരു സമയം വെച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് ഉദ്ദേശം. ഇപ്പം ഇന്ന് പോലീസിന് ചെയ്യാവുന്നതുണ്ട്. ഇന്ന് തന്നെ ഇവിടെ മറ്റേ കൺട്രോൾ, സ്പീഡിന്റെ കൺട്രോൾ ഇതൊക്കെ വെക്കാനുള്ള ഒരു ഏർപ്പാട് ഇതിൻ്റെ. നാളെ അവർ SP ഉൾപ്പെടെ വിരുദ്ധന്മാരൊക്കെ അവിടെ പോയി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ചർച്ചയൊക്കെ കഴിഞ്ഞ ശേഷം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നടപ്പാക്കാൻ പറ്റുന്ന നിർദ്ദേശം 100% നടപ്പാക്കാൻ ഉള്ള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ ശ്രമം ഉണ്ടാകുമെന്ന് എനിക്കത് പറയാം. കളക്ടറും SP-യും RTOയും ഉൾപ്പെടെയുള്ള സംഘം നാളെ അപകടസ്ഥലം സന്ദർശിക്കും. അതിനുശേഷമാകും തുടർ നടപടികൾ. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. എറണാകുളത്ത് ലോ കോളേജിന് മുന്നിൽ കാറും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വാൻ ഡ്രൈവർ മരിച്ചു. കാറിന്റെ അമിത വേഗമായിരുന്നു അപകട കാരണം. മലപ്പുറം പൊന്നാനിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറി അപകടമുണ്ടായി. 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പാലക്കാട് പനയമ്പാടം അപകടത്തിന്റെ ഞെട്ടൽ മാറും മുൻപ് മറ്റൊരു അപകട വാർത്തയോടെയാണ് ഇന്ന് നേരം പുലർന്നത്. എറണാകുളം ലോ കോളേജിന് മുന്നിൽ കാറും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വാൻ ഡ്രൈവർ മരിച്ചു. എറണാകുളം വടുതല സ്വദേശി ജോണിയാണ് മരിച്ചത്. രാവിലെ 6:30യോടെയായിരുന്നു അപകടം. നേവൽ ബേസ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാനിൽ തെറ്റായ ദിശയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ചായിരുന്നു അപകടം. കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികളാണ് വാൻ വെട്ടിപ്പൊളിച്ച് ജോണിയെ പുറത്തെടുത്തത്. ഉടൻ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സ്കൂൾ കുട്ടികളുമായി സർവീസ് നടത്തിയിരുന്ന വാഹനത്തിൽ അപകട സമയത്ത് ജോണി മാത്രമാണ് ഉണ്ടായിരുന്നത്. എറണാകുളം തമ്മനം സ്വദേശി ഷമീറാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാളെ സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിന്റെ അമിത വേഗമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പനയമ്പാടം അപകടത്തിന് സമാനമായി മലപ്പുറം പൊന്നാനിയിൽ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി. 3 കുട്ടികൾക്ക് പരിക്കേറ്റു. ഉച്ചയ്ക്ക് 12:30ഓടെയാണ് അപകടമുണ്ടായത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 2 വിദ്യാർത്ഥികളെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും ഒരാളെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയ ഓട്ടോറിക്ഷ മറിഞ്ഞു. ഒരു കുട്ടിക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റു. കുട്ടിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ ദേശീയപാതയ്ക്ക് സമീപമുള്ള ഇടറോഡിലായിരുന്നു അപകടം. പോത്തൻകോട്ടെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോറിക്ഷയിൽ 10 കുട്ടികളുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്.
ഭരണപ്രതിപക്ഷ ബഹളത്തിനും വാക്പോരിനും ഒടുവിൽ രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ജഗ്ദീപ് ധൻഖറെ നീക്കാനുള്ള പ്രതിപക്ഷ പ്രമേയത്തെ ചൊല്ലിയായിരുന്നു ബഹളം. 14-ാം ദിവസവും രാജ്യസഭയിലെ ഭരണ പ്രതിപക്ഷ പോരിന് മാറ്റമുണ്ടായില്ല. അംഗങ്ങൾക്ക് പകരം ഒന്നാമന്മാർ തമ്മിലായി പോരാട്ടമെന്ന് മാത്രം. ഒരു ഭാഗത്ത് രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, മറുഭാഗത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. ജഗ്ദീപ് ധൻഖറെ രാജ്യസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന പ്രതിപക്ഷ പ്രമേയ നോട്ടീസായിരുന്നു വിഷയം. പക്ഷേ വിഷയത്തിന്റെ മെരിറ്റ് വിട്ട് ഇരുവരും തമ്മിലുള്ള വാക്പോരായി. അതും വ്യക്തിപരമായ വൈകാരിക പ്രതികരണങ്ങളിലൂടെ. താൻ കർഷകന്റെ പുത്രനാണെന്നും അതുകൊണ്ടാണ് ഇത്രയേറെ സഹിക്കാൻ കഴിഞ്ഞതെന്നും കർഷകപുത്രനായ തന്നെ പ്രതിപക്ഷം അപമാനിക്കുകയാണെന്നും ജഗ്ദീപ് ധൻഖർ. നിങ്ങൾ കർഷകപുത്രനാണെങ്കിൽ ഞാൻ കർഷക തൊഴിലാളിയുടെ പുത്രനാണെന്നായിരുന്നു മല്ലികാർജുൻ ഖർഗെയുടെ മറുപടി. ചെയർമാൻ എന്ന നിലയിൽ ധൻഖറിന് കർഷകന്റെ സത്യസന്ധത പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഖർഗെ തിരിച്ചടിച്ചു. ജഗ്ദീപ് ധൻഖറിനെതിരായ പ്രതിപക്ഷ നോട്ടീസിനെ കർഷക ജാട്ട് വികാരമുയർത്തി പ്രതിരോധിക്കാനാണ് ഭരണപക്ഷ ശ്രമം. കർഷകരും പ്രധാനമായും ജാട്ട് വിഭാഗവും നേതൃത്വം നൽകുന്ന കർഷക സമരത്തെ കൂടി ലക്ഷ്യം വെച്ചാണ് BJP നീക്കം. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചും പരിഹസിച്ചും പ്രിയങ്ക ഗാന്ധി. ഭരണഘടന അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ വഴികളും തേടുകയാണെന്നും ഗൗതം അദാനിക്ക് വേണ്ടി എല്ലാം അട്ടിമറിക്കുകയാണെന്നും പ്രിയങ്ക പറഞ്ഞു. ഭരണഘടനയുടെ 75-ാം വാർഷിക ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. കുറ്റകൃത്യം ഞെട്ടിപ്പിക്കുന്നതെന്നും ഗൌരവമുള്ളതെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി. കുറ്റകൃത്യത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് ജാമ്യം നൽകാനാകില്ല. വിചാരണ വേഗത്തിലാക്കണമെന്ന സന്ദീപിന്റെ അഭിഭാഷകന്റെ ആവശ്യവും തള്ളി. സാക്ഷി വിസ്താരം പൂർത്തിയായ ശേഷം വേണമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മദ്യം നൽകി യുവ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്ന സെർബിൻ മുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കൊല്ലം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത്. സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഗുണ്ടകൾക്കൊപ്പം മദ്യപിച്ചും തമ്മിലടിച്ചും പോലീസ് ഉദ്യോഗസ്ഥർ. തിരുവനന്തപുരം വഴയിലയിലെ ഹോട്ടൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള മദ്യസൽക്കാരത്തിലാണ് 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിൽ തല്ലിയത്. നഗരത്തിലെ കുപ്രസിദ്ധ ഗുണ്ടകൾ പങ്കെടുത്ത സൽക്കാരത്തിന് ഒരു SP കുടുംബസമേതമാണ് എത്തിയത്. പാറശാല ഷാരോൺ രാജ് കൊലക്കേസിലെ വിചാരണ നടപടികൾക്ക് തുടക്കം. 1-ാം പ്രതിയും ഷാരോൺ രാജിന്റെ സുഹൃത്തുമായിരുന്ന ഗ്രീഷ്മയ്ക്കെതിരെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചതാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് ബലം പകരുന്നത്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ 3-ാം പ്രതി MK നാസറിന്റെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. പ്രതിക്ക് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസുമാരായ V രാജ വിജയരാഘവൻ, PV ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. വിചാരണ കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് നടപടി. വിചാരണ കാലത്തും ശിക്ഷാവിധിക്ക് ശേഷവും 9 വർഷത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്ന വാദം പരിഗണിച്ചാണ് കോടതി ഇടപെടൽ. കണ്ണൂർ തോട്ടട ITI സംഘർഷത്തിൽ SFI പ്രവർത്തകൻ അറസ്റ്റിൽ. KSU യൂണിറ്റ് പ്രസിഡന്റ് റിബിനെ മർദ്ദിച്ച കേസിലാണ് പോളിടെക്നിക് വിദ്യാർത്ഥിയായ അമൽ ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് അമൽ ബാബു റിബിനെ മർദ്ദിക്കുന്നതായി കണ്ടെത്തി. ക്യാമ്പസിലെ സംഘർഷത്തിന് പരിഹാരം കാണാൻ പോലീസിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് സർവകക്ഷി യോഗം ചേരും. കഴിഞ്ഞ ദിവസമാണ് ക്യാമ്പസിൽ കൊടി കെട്ടിയതിനെ തുടർന്ന് SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയ സംവിധായകൻ P ബാലചന്ദ്രകുമാർ അന്തരിച്ചു. വൃക്ക ഹൃദയ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ 5:30-ക്കായിരുന്നു അന്ത്യം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 3-ാം ടെസ്റ്റ് മത്സരം നാളെ ഗാബയിൽ തുടങ്ങും. പരമ്പരയിൽ ഓരോ മത്സരം വീതം ജയിച്ച ഇന്ത്യയ്ക്കും ഓസീസിനും ഗാബയിലെ പോരാട്ടം വളരെ നിർണായകമാണ്. ശരണമന്ത്രമുഖരിതം സന്നിധാനം.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. അനുശ്രീ എത്തും. നമസ്കാരം.